നിർത്തൂ. ആ ഇറങ്ങിക്കോളൂ ഇറങ്ങിക്കോളൂ. സൂക്ഷിച്ചിറങ്ങും മോളെ. ഹായ് ഹായ്. വരൂ വരൂ വരൂ. ആ ആ ആ അയ്യടാ. അതിനായിട്ട് കാല് നല്ലോണം. ഇനി വലത് കാല് വെച്ച് കൂടെ കയറൂ. നീയും വലത് കാല് വെച്ച് കയറടാ. നിങ്ങളൊക്കെ ഇഷ്ടമുള്ള കാല് വെച്ച് കയറിക്കോളൂ കേട്ടാ. ആ ആ ഓ ആ വാ 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 കേറി വാ, അകത്തോട്ട് കേറി വാ. എല്ലാരും സദ്യ കഴിഞ്ഞേ പോകാവൂ. ആ പൊക്കോ 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 പൊക്കോ. ആ എന്തിനാണ് നിന്ന് മോങ്ങുന്നത്? നശിച്ചവൾ എല്ലാം വരുത്തി വെച്ചിട്ട് നീ അനുഭവിച്ചു. ഇതെല്ലാം കാണാൻ എന്നെ തനിച്ചാക്കിട്ട് പോയില്ലേ? നവവധുവിന്റെ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. ഇരിക്കേ ഇരിക്കേ. സത്യത്തിൽ പാലും ഞാനും മൂന്നാം നാളാ. എങ്കിലും സുജായുടെ കൈകൊണ്ട് തരുന്നതല്ലേ. സുജാതെ, എനിക്കിപ്പോ തോന്നുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണെന്ന്. അല്ലെങ്കിൽ സുജാത എനിക്ക് എന്റെ ഭാര്യയായിട്ട് കിട്ടുമായിരുന്നു. ഇഷ്ടപ്പെടുന്നത് എന്തും സ്വന്തമാക്കുക എന്നുള്ളത് എന്റെ സ്വഭാവമാണ്. ജാതകപ്പെടുത്തത്തിന്റെ കാര്യം പറഞ്ഞ് സുജായുടെ അച്ഛനങ്ങാനെ നിരാശപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പണ്ട് രാവണന് സീതയെ തട്ടിക്കൊണ്ട് പോയില്ലേ, അതുപോലെ നിന്നെ കൊണ്ട് ഞാൻ ബോംബെക്ക് പറന്നേനെ. സംസാരിച്ചിരുന്ന് നേരം വിളിപ്പിക്കുന്നൊരു മണ്ടനായിരിക്കും സുജായുടെ മനസ്സിൽ ഞാനിപ്പോ. ആരാ അത്? മോളെ, എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കും മോളെ. ദൈവം നിനക്ക് നല്ലതേ വരുത്തു. എന്റെ മോൻ കാണിച്ച തെറ്റിന് ഞാൻ നിന്നോട്. അമ്മേ, അനന്തേട്ടൻ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല.
എടി അമ്മണിക്കുട്ടി, നടക്കടി വീട്ടിലേക്ക്. ഇനി മുറ്റത്ത് കാലെടുത്ത് കുത്തിയ കൊന്നുകളഞ്ഞ. വാ ഇവിടെ. നിനക്ക് ഇനി സമാധാനമില്ലേ? അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേക്കമ്മേ. നീ എന്താ പറയാൻ പോന്നെ? അമ്മേ, അമ്മേ, അനന്തേട്ടൻ നിരപരാധിയാണ് അമ്മേ. ഒരുമ്പട്ടോളെ, സത്യമാണ്. ഈ നിമിഷം വരെ അനന്തേട്ടൻ എന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല. എടാ മഹാഭാവി, ഇപ്പൊ തന്നെ ഞാൻ അവനോട് ചോദിക്കും. വേണ്ടമ്മേ, ഒന്നും അറിയാതെ വന്നു കയറിയ ഒരു പെൺകുട്ടി ഉണ്ട് ആ വീട്ടിൽ. അമ്മ ഇപ്പൊ അങ്ങോട്ട് പോവരുത്. യശുമുട്ടി, യശുമുട്ടി, ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാ. എല്ലാവരും ചേർന്ന് എന്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി. സത്യം അറിയാതെയാണെങ്കിലും ഞാനും അനന്തനെ തെറ്റിദ്ധരിച്ചു. ലക്ഷ്മിയമ്മ വിഷമിക്കാതെ, അവൻ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ, നമുക്ക് അന്വേഷിക്കാം. അനാഥ പ്രേതങ്ങൾ വല്ലതും കണ്ടതായിട്ട് പത്രത്തിലുണ്ടോ എന്ന് നോക്കി യശുമുട്ടി, വായിച്ചിട്ട് വിശദമായിട്ട് വിവരം പറയൂ. എന്താ തന്റെ വല്ലവരെ കാണാൻ പോയിട്ടുണ്ടോ? നമ്മുടെ അനന്തൻ കുറിപ്പ് പോയിട്ട് ആഴ്ചകൾ കഴിഞ്ഞില്ലേ? ചായ. ആ, കാല് മാറ്റട്ടെ. പഞ്ചാര ഇട്ടിട്ടുണ്ടല്ലോ. എന്താ മുഖത്തൊരു ക്ഷീണം? ഇന്നലെ ഉറങ്ങിയില്ലല്ലേ? വീട് മാറി കിടന്നുകൊണ്ടായിരിക്കും. ഉറക്കം വരില്ല. എനിക്കും എങ്ങനെയാ, വീട് മാറി ഉറക്കമേ വരില്ല. കൃഷ്ണ, കേശവാ. അല്ലേ ചായ കുടിക്കുക. ചാരായ വലിയ ഇത് ഒറ്റ വലിക്ക് അകത്താക്കാൻ ചായ ചൂടാ. നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് പോണം. ഓ, ഇനി അത് വേണോ? 4 ആൾ അറിയ ഒരെണ്ണത്തിനെ കിട്ടിയില്ലേ? ആ നമ്പൂരിയുടെ പറമ്പിൽ ഇടപാടുന്ന. അയ്യോ, ആ പറമ്പിലല്ലേ അമൃതം പൊന്നമ്മ കുടികിടക്കുന്നത്. അത് നമുക്ക് വഴി ഉണ്ടാക്കാം. വഴി ഉണ്ടാക്കണം. ചായ കുടിച്ചോട്ടെ. ഇവള് സമ്മതിക്കാത്തോണ്ടാ. ഞാനില്ലെങ്കി അവനെ അരിഞ്ഞിട്ടേനെ. അനന്തൻ എങ്ങോട്ടാണ് പോയതെന്ന് ഒരു വിവരവും ഇല്ലല്ലോ ഭവാനി. അനന്തം വരുവക്ക, എന്റെ മനസ്സ് പറയുന്നു. എല്ലാവരും എന്റെ കുഞ്ഞിനെ പഴിച്ചല്ലോ. ആ, എല്ലാം വിധിയെന്ന് കരുതി സമാധാനിക്കാം. ആ, വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഭവാനിക്ക് കട തുറന്നുകൂടെ? ഞാനും അമ്മയോട് പറഞ്ഞതാ. പറയുമ്പോ തീർന്നു. അങ്ങനെ വിചാരിച്ചാൽ എങ്ങനെയാ? കട തുറക്കണം. സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. ഇനി എല്ലാം നേരിടുക തന്നെ. എന്താ വേണ്ടതെന്ന് വെച്ചാല് ചോദിക്കാൻ മടിക്കണ്ട. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അക്ക. ആ, വാടി. മഹാലക്ഷ്മി, മോളെ മഹാലക്ഷ്മി, ഈ വീട്ടിന്റെ റാന്തലെന്ത്? ഈ വീട്ടിലെ നിലവളത്തവിടെ. മഹാലക്ഷ്മി. മഹാലക്ഷ്മിയോ? പിന്നല്ലാതെ നീ സുജാതയല്ല, മഹാലക്ഷ്മിയാ. ഈ വീടിന്റെ നിലവിളക്കാണ്. നീ എന്റെ മരുമകളല്ല, എന്റെ മകളാണ്. എന്റെ പല്ലും എന്റെ കണ്ണും എന്റെ മൂക്കും ആണ് നിനക്കുള്ളത്. നിന്റെ ചിരിയാണ് എന്റെ ചിരി. എന്റെ മോക്ക് മഹാലക്ഷ്മി എന്ന് പേരിടാതെ സുജാത എന്ന് പേരിട്ട നിന്റെ അമ്മയെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അകത്ത് പോകാം. ബോംബെ എന്ന് പറഞ്ഞാൽ നീ വിചാരിക്കുന്നത് അത്ര ദൂരമൊന്നുമില്ല. ജീവിക്കാൻ വേണ്ട കാശും സ്വന്തമായ ഒരു ഫ്ലാറ്റും ഉണ്ടെങ്കിൽ പരമസുഖമാണ്. എനിക്ക് നാട്ടിൽ കഴിയുന്നതാ എനിക്കിഷ്ടം. എനിക്ക് നേരെ മറിച്ച ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളോട് യോജിച്ചു പോകുന്നതല്ലേ ഒരു ഉത്തമ ഭാര്യ ചെയ്യേണ്ടത്.
ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചേട്ടന്റെ ഇഷ്ടം എന്താണോ അതാണ് എന്റെ ഇഷ്ടം. ആ, ഞാനൊരു കാര്യം തിരക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താണാവോ എന്റെ പ്രിയതമയ്ക്ക് അറിയേണ്ടത്? ആ വീട്ടുകാരന് നമ്മളോട് മിണ്ടില്ലേ? അവരൊന്നും നമ്മുടെ സ്റ്റാറ്റസിനെ പറ്റുന്ന ആൾക്കാരല്ല നീ. വന്നേ വന്നേ വന്നേ, എനിക്ക് വിശക്കുന്നു. വാ.